നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ആറാട്ടുപുഴ പൂരത്തിന് നിർണായകത്വം വഹിക്കുന്ന തൃപ്രയാർ തേവർക്ക് നിലകൊള്ളാനുള്ള പന്തലുകളുടെ കാൽനാട്ട് കർമ്മം നടത്തി. ചൊവ്വൂർ YMCAയുടെയും IFA ഫർണിച്ചർ ലൈഫിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലോക വനിതാ ദിനം ആചരിച്ചു. ചൊവ്വൂർ IFA ഷോറൂമിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. യുദ്ധത്തിനെതിരെ സമാധാന സന്ദേശ ജ്വാലയുമായി കോൺഗ്രസ് പ്രവർത്തകർ. കോൺഗ്രസ് ചെയർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമാധാന സന്ദേശ ജ്വാല ഒരുക്കിയത്. വാർത്തകൾ വിശദമായി. ആറാട്ടുപുഴ പൂരത്തിന് നെടുനായകത്വം വഹിക്കുന്ന തൃപ്രയാർ തേവർക്ക് നിലകൊള്ളാനുള്ള പന്തലുകളുടെ കാൽനാട്ട് കർമ്മം നടത്തി. കൈതവളപ്പിന് സമീപത്തെ തേവർ പന്തലിനും ആറാട്ടുപുഴ ക്ഷേത്ര പത്തായിപ്പുരയ്ക്ക് സമീപത്തെ തേവർ സ്വീകരണ പന്തലിനുമാണ് കാൽനാട്ടിയത്. ഞായറാഴ്ച രാവിലെ 8:30യോടെയാണ് കാൽനാട്ട് കർമ്മം നടന്നത്. ക്ഷേത്രം മേൽശാന്തി കൂറ്റമ്പിള്ളി പത്മനാഭൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ഭൂമി പൂജയോടെ ചടങ്ങുകൾ ആരംഭിച്ചു. ആലിലകളും മാവിലകളും ചാർത്തിയ കവുങ്ങാണ് കാൽനാട്ടിനായി ഉപയോഗിച്ചത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് KP അജയൻ, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമാപ്രകാശൻ, വൈസ് പ്രസിഡന്റ് തിലകൻ മാലിപ്പറമ്പിൽ, പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് AA കുമാരൻ, ആറാട്ടുപുഴ പൂരം കോർഡിനേറ്റർ M രാജേന്ദ്രൻ, മേളപ്രമാണി പെരുവനം സതീശൻ മാരാർ, തിരുവഞ്ചിക്കുളം ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ M അർമിനി, ക്ഷേത്രം ഊരാളൻ മാടമ്പ് ഹരിദാസൻ നമ്പൂതിരി, വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ രശ്മി സുരേന്ദ്രൻ, സജിത ജിജേഷ്, വിശ്വൻ ചാക്കോത്ത്, സുജിത സുനിൽ, സിജോ ഇടപ്പള്ളി, സൗമ്യ രജനീഷ്, ആറാട്ടുപുഴ ദേവസ്വം ഓഫീസർ U അനിൽകുമാർ, ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് മനോജ് മംഗലത്ത്, വൈസ് പ്രസിഡന്റ് K മുരളീധരൻ, സെക്രട്ടറി P മനോജ്, ജോയിന്റ് സെക്രട്ടറി സജീവ് കിയ്യത്ത്, ഓഡിറ്റർ ദിലീപ് കുമാർ, സമിതി അംഗങ്ങൾ, ഭക്തജനങ്ങൾ, ദേശക്കാർ, പൂരം പങ്കാളി ക്ഷേത്ര ഭാരവാഹികൾ എന്നിവർ ചേർന്നാണ് കാൽനാട്ടിയത്. A കൃഷ്ണകുമാർ ആറാട്ടുപുഴയാണ് 2 ബഹുനില വർണ്ണ പന്തലുകളും നിർമ്മിക്കുന്നത്. തേവർ പന്തലിന്റെ ദീപാലങ്കാരം തിരൂർ ക്ലാസിക് സൗണ്ടിന്റെ ഗോപാലകൃഷ്ണനും, തേവർ സ്വീകരണ പന്തലിന്റെ ദീപാലങ്കാരം പാവറട്ടി CJ ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ ജെൻസനുമാണ് നിർവഹിക്കുന്നത്. ആറാട്ടുപുഴ പൂരം കൊടിയേറ്റം ഈ മാസം 24-നും, തിരുവാതിര വിളക്ക് ഈ മാസം 26-ന് പുലർച്ചെയും, പെരുവനം പൂരം ഈ മാസം 27-നും നടക്കും. ഈ മാസം 29-നാണ് ആറാട്ടുപുഴ തറക്കൽ പൂരം, 30-ന് ആറാട്ടുപുഴ പൂരവും 31-ന് ഗ്രാമബലിയും നടക്കും. ചൊവ്വൂർ YMCAയുടെയും IFA ഫർണിച്ചർ ലൈഫിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലോക വനിതാ ദിനം ആചരിച്ചു. ചൊവ്വൂർ IFA ഷോറൂമിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. YMCA കേരള റീജിയണൽ സെക്രട്ടറി റെജി വർഗീസ് വനിതാ ദിനം ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിന്റെ ഒരു വളർച്ച അത് മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. സമത്വത്തെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ ചില സിംബൽസ് ഒക്കെ അനിവാര്യമാണ്. നമ്മുടെ ഡ്രസ്സും നമ്മുടെ അവകാശ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഹോസ്റ്റർഷിപ്പും നമ്മുടെ പേഴ്സണൽ എംപവർമെൻറ്റും ഒക്കെ തന്നെ നമ്മളുടെ സ്ത്രീ സമത്വത്തെക്കുറിച്ച് സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മളുടെ ഭവനങ്ങളിൽ തന്നെ തുടങ്ങി വെച്ച് സമൂഹത്തിൽ വ്യാപിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതല്ല എങ്കിൽ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഒരു ആൺകോയ്മയുടെയോ ആണധികാരത്തിൻ്റെയോ ഒക്കെ തുടർച്ചയായി വീണ്ടും നമ്മൾ അടിമത്തത്തിലേക്ക്, അടിമത്തം എന്നൊക്കെ പറഞ്ഞാൽ പഴയ രീതിയിലുള്ള വലിയ അടിമത്തമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. നമ്മളൊക്കെ സാമ്പത്തികമായി സ്വാതന്ത്ര്യം പ്രാപിച്ചുകൊണ്ട് തന്നെ ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ചിന്തകൾക്കും സ്വപ്നങ്ങൾക്കും ചെറുകൾ ഒളിക്കാൻ സാധിക്കുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ സമൂഹത്തിൽ ഭവനത്തിൽ ഉണ്ടോ എന്നുള്ള ചോദ്യം കൂടി ഈ വനിതാ ദിനം നമുക്ക് മനസ്സിൽ വെക്കുകയാണ്. ചൊവ്വൂർ YMCA പ്രസിഡന്റും IFA ഡയറക്ടറുമായ ജോബി ജോർജ് അധ്യക്ഷനായി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് മുഖ്യാതിഥിയായി. IFA സ്ഥാപകൻ ഫൈസൽ ചീരാൻ മുഖ്യപ്രഭാഷണം നടത്തി.
ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ JCB കണ്ടുപിടിച്ചോട് കൂടിയിട്ട് കളക്കുക എന്നുള്ള സാധനത്തിന് പ്രസക്തിയില്ല. ആളുകളെ ഏറ്റുന്നതിൻ്റെ പകരം ഈ ക്രയോജനിക് എഞ്ചിനുകളൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം വിമാനങ്ങളും അതുപോലെ തന്നെ മോട്ടോർ വാഹനങ്ങളൊക്കെ വന്നതിന് ശേഷം ഈ ആണുങ്ങളുടെ പ്രസക്തി സത്യത്തിൽ നഷ്ടപ്പെട്ടു. ശരിക്കും മാർച്ച് 8-ന് വുമൻസ് ഡേക്ക് വലിയൊരു പ്രസക്തിയൊന്നുമില്ല. പക്ഷേ ഏതൊരു ആളുകളുടെ പിന്നിലും ഒരു സ്ത്രീകളുണ്ടാവുമെന്ന് പറഞ്ഞ പോലെ എൻ്റെ ഒരു ജീവിതത്തിലും എൻ്റെ അമ്മയും ഭാര്യയും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എൻ്റെ മക്കളെ എൻ്റെ കൂടെ 2 പെൺകുട്ടികളുണ്ട്. അപ്പോൾ ഞാൻ ബിസിനസ്സിലൊക്കെ ചെയ്യുമ്പോൾ ഞാൻ സാമാന്യത്തിൽ കുറഞ്ഞ സാമാന്യത്തിൽ കൂടുതൽ ഭയമുള്ള ഒരാളും സാമാന്യത്തിൽ കുറവ് ആരോഗ്യമുള്ള ഒരാളൊക്കെ ആണെങ്കിലും എൻ്റെ വൈഫിൻ്റെ വിചാരം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇവിടെ എന്നോട് പറഞ്ഞ ഡയലോഗ് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഈസി, അതൊക്കെ 2 ദിവസം കഴിഞ്ഞാൽ ഏട്ടനൊക്കെ മറികടക്കും. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ലീന ജോസ്, ചേർപ്പ് പഞ്ചായത്ത് മെമ്പർ എൽവിയ ദേവസി, ചൊവ്വൂർ സെന്റ് സേവിയേഴ്സ് ഹൈസ്കൂൾ പ്രധാനാധ്യാപിക ജെൻസി ജോസ്, CALP സ്കൂൾ പ്രധാനാധ്യാപിക MJ ജെറീന, ആലുവ രാജഗിരി ആശുപത്രി ക്രിട്ടിക്കൽ കെയർ വിഭാഗത്തിലെ ഡോക്ടർ എൽവ റോസ്, രാജേശ്വരി, ജമീല എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കേരള YMCA വനിതാ ഫോറം വൈസ് ചെയർപേഴ്സൺ ഖാദ തോമസ്, YMCA സെക്രട്ടറി ജോസഫ് പുളിക്കൻ, IFA ഡയറക്ടർ P അബ്ദുൾ ജലീൽ, ഷോറൂം മാനേജർ P ആദർശ്, YMCA ട്രഷറർ പോൾസൻ മാറൂക്കി, ഹൈഫൈ നാഷണൽ സെക്രട്ടറി ജസ്മരിയ ആൻഡോ, വനിതാ ഫോറം കൺവീനർ ലീന ലാസർ എന്നിവർ സംസാരിച്ചു. വനിതാ ആഘോഷങ്ങളുടെ ഭാഗമായി ചൊവ്വൂർ YMCA വനിതാ ഫോറം അംഗങ്ങളുടെയും IFA സ്റ്റാഫ് അംഗങ്ങളുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പ്രശസ്ത മെന്റലിസ്റ്റ് ജലീൽ പുതുക്കൊള്ളി അവതരിപ്പിച്ച മെന്റലിസം ഷോ ശ്രദ്ധേയമായി. യുദ്ധത്തിനെതിരെ സമാധാന സന്ദേശ ജ്വാലയുമായി കോൺഗ്രസ് പ്രവർത്തകർ. കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമാധാന സന്ദേശ ജ്വാല ഒരുക്കിയത്. കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MN ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. ഷനിൽ പെരുവനും, കുട്ടിക്കൃഷ്ണൻ നടുവിൽ, വിൻസെന്റ് ഇഞ്ചോടിക്കാരൻ, സന്തോഷ് എടത്തേടൻ, P സന്ദീപ്, പ്രേം ഭാസി, CK വിനോദ്, സുലോചന വാര്യത്ത്, രാധാകൃഷ്ണൻ ഐച്ചിയിൽ എന്നിവർ സംസാരിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിദ്യ രമേശ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ക്രിസ്റ്റീന, അംഗങ്ങളായ ബൈജു സെന്റ് ജോൺ, മീര ഉണ്ണികൃഷ്ണൻ, ലോഹിതാക്ഷൻ, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ലീന ജോസ് എന്നിവർ സംസാരിച്ചു. കടലാശ്ശേരി പിഷാരിക്കൽ ഭഗവതിയുടെ പൂരം പത്രിക പുറത്തിറക്കി. 1444 പെരുവനം ആറാട്ടുപുഴ പൂരത്തിനോടനുബന്ധിച്ചുള്ള പൂരം പത്രികയാണ് പുറത്തിറക്കിയത്. തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ A പ്രസാദ് പൂരം പത്രികയുടെ പ്രകാശന കർമ്മം നിർവഹിച്ചു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ പ്രകാശൻ പൂരം പത്രിക ഏറ്റുവാങ്ങി. ക്ഷേത്രം ട്രസ്റ്റി മൻഹർ സൂര്യ, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TN ജയശങ്കർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ മാരായ സൗമ്യ രജനീഷ്, സുജിത, ഊരകം ദേവസ്വം ഓഫീസർ സുധീർ, സേവാ സമിതി പ്രസിഡന്റ് C മുരാരി, മുഖ്യ രക്ഷാധികാരി M നാരായണൻ, സെക്രട്ടറി K ശിവദാസ്, ഹെറിറ്റേജ് ട്രസ്റ്റ് ചെയർമാൻ A ഉണ്ണികൃഷ്ണൻ, C സുധാകരൻ, വിവിധ ക്ഷേത്ര സമിതി ഭാരവാഹികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സ്വദേശമായ തമിഴ്നാട് വിട്ട് ഉപജീവനത്തിനായി ചേർപ്പിൽ വാടക വീട്ടിൽ കഴിയുന്ന മഞ്ജുള എന്ന വീട്ടമ്മയ്ക്ക് ആദരം. വനിതാ ദിനത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M സുജിത് കുമാറിന്റെ നേതൃത്വത്തിലാണ് ആദരം നൽകിയത്. 13 വർഷം മുൻപാണ് മഞ്ജുള ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 19-ാം വാർഡിലെ വാടക വീട്ടിൽ താമസം തുടങ്ങുന്നത്. ഭർത്താവിന്റെ വേർപാടിന് ശേഷം വീടുകളിൽ കൂലിപ്പണി ചെയ്ത് കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ടാണ് മഞ്ജുള 2 മക്കളെ വളർത്തുന്നത്. നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ അഗസ്തിയ, ചേർപ്പ് CNN സ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആകാശ് എന്നിവരാണ് ഇവരുടെ മക്കൾ.
12ഓളം വീടുകളിൽ പണിയെടുത്താണ് മക്കളുടെ വിദ്യാഭ്യാസം അടക്കമുള്ള ആവശ്യങ്ങൾ ഇവർ നിറവേറ്റുന്നത്. ഭർത്താവിന്റെ ആകസ്മികമായ വേർപാടിലും തളരാതെ മക്കൾക്കായി ജീവിക്കുന്ന മഞ്ജുള വനിതാ ദിനത്തിൽ പ്രത്യാശയുള്ള ജീവിതത്തിന്റെ പ്രതീകമാവുകയാണ്. മഞ്ജുളയ്ക്കും മക്കൾക്കുമായി സ്വന്തമായൊരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് വാർഡ് മെമ്പർ എം സുജിത് കുമാർ പറഞ്ഞു. 19-ാം വാർഡിൽ കഴിഞ്ഞ 13 വർഷമായി തമിഴ്നാട്ടിൽ നിന്ന് വന്ന് താമസിക്കുന്ന പ്രിയപ്പെട്ട ചേച്ചി മഞ്ജുള ചേച്ചി, ഇന്ന് വനിതാ ദിനമായ ഇന്ന് മഞ്ജുള ചേച്ചിയെ ഞങ്ങളിവിടെ ആദരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ, മഞ്ജുള ചേച്ചി കഴിഞ്ഞ 13 വർഷമായി ഈ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ 19-ാം വാർഡിൽ വാടക കെട്ടിടത്തിൽ താമസിക്കുകയാണ്. മഞ്ജുള ചേച്ചിക്ക് 2 മക്കളാണുള്ളത്. ഒരു കുട്ടി നഴ്സിങ്ങിന് പഠിക്കുകയാണ്, ഒരു വിദ്യാർത്ഥി +2 പഠിക്കുകയാണ്. ഈ 2 പേരെയും വളരെയധികം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പല വീടുകളിലും ജോലിക്ക് പോയാണ് ചേച്ചി അവരെ നോക്കി വളർത്തി വലുതാക്കിയിരിക്കുന്നത്. ചേച്ചിയുടെ ഭർത്താവ് മരണപ്പെട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ചേച്ചിക്ക് ഈ വനിതാ ദിനത്തിൽ ഏറ്റവും അധികം ശക്തിയും കരുത്തും അതുപോലെ തന്നെ ഈ മക്കളെ നോക്കാനുള്ള എല്ലാവിധ കാര്യങ്ങളും ചേച്ചിക്ക് ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. വനിതാ ദിനത്തിൽ ചേച്ചിയെ ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 19-ാം വാർഡിന് വേണ്ടി ആദരിക്കാൻ കിട്ടിയത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. മഞ്ജുള ചേച്ചിക്ക് സ്വന്തമായി ഒരു വീട് എന്നൊരു സ്വപ്നം യാഥാർത്ഥ്യമാക്കണം എന്നാണ് ഒരു വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. മഞ്ജുള ചേച്ചി ഇപ്പോൾ ഒരു വാടക കെട്ടിടത്തിലാണ് താമസിക്കുന്നത്. കഴിഞ്ഞ 13 വർഷമായി ഈ വാടക കെട്ടിടത്തിൽ തന്നെ അവർ തുടരുകയാണ്. വളരെയധികം കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയാണ് മക്കളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഭവനം അവർക്ക് പണിതു കൊടുക്കാൻ വാർഡ് മെമ്പർ എന്ന നിലയ്ക്കും പിന്നെ അതുപോലെ തന്നെ അവർക്ക് അങ്ങനെ ഒരു സ്വപ്നം പൂർത്തിയാക്കാനും എൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാവിധ ശ്രമവും ഉണ്ടാവും. മഞ്ജുള പണിയെടുക്കുന്ന വീട്ടിൽ വെച്ചാണ് അവർക്ക് ആദരം നൽകിയത്. പല വ്യഞ്ജനക്കേറ്റും മറ്റ് സമ്മാനങ്ങളും മഞ്ജുളയ്ക്ക് വാർഡ് മെമ്പർ നൽകി. മുൻ പഞ്ചായത്ത് അംഗം ധന്യ സുനിൽ, സഹകരണ ബാങ്ക് ഡയറക്ടർ സി അനിത, KS ഗിരീഷ്, KR മിഥുൻ, രേഷ്മ ബിനോയ്, ദൈവിക് എന്നിവർ ആദര ചടങ്ങിൽ പങ്കെടുത്തു. ഫർണിച്ചർ രംഗത്ത് പ്രവർത്തിക്കുന്ന വീട്ടമ്മയ്ക്ക് ലോക വനിതാ ദിനത്തിൽ ആദരം സമർപ്പിച്ച് ജനശ്രീ പ്രവർത്തകർ. ജനശ്രീ ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയാണ് ആദരം ഒരുക്കിയത്. വെങ്ങേശ്ശേരി സ്വദേശി മൂലേക്കാട്ടിൽ അഭിലാഷിന്റെ ഭാര്യ സുജിതയെയാണ് ജനശ്രീ ആദരിച്ചത്. കഴിഞ്ഞ 12 വർഷമായി ഫർണിച്ചർ നിർമ്മാണ രംഗത്ത് സജീവമാണ് സുജിത. ഫർണിച്ചർ ഡിസൈനിൽ മികച്ച പ്രവർത്തനമാണ് ഇവർ നടത്തുന്നത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR സിദ്ധാർത്ഥൻ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. 18ാമത് വനിതാ ദിനമാണ് നമ്മൾ ഇവിടെ ഇന്ന് ആദരിക്കുന്നത്. സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച സ്ത്രീകളെ തിരഞ്ഞുപിടിച്ച് ഓരോ വർഷവും നമ്മൾ ആദരിച്ച് വരികയാണ്. കഴിഞ്ഞ വർഷം നല്ല അംഗൻവാടി വർക്കറായി തിരഞ്ഞെടുത്ത ഒരു ടീച്ചറെയാണ് നമ്മൾ ആദരിച്ചത്. അതുപോലെ ഓരോ മേഖലകളിലും അതിന് മുൻപത്തെ ഒരു വർഷത്തിൽ പോലീസിൽ തന്നെ പ്രത്യേക മികവ് തെളിയിച്ചിട്ടുള്ള അപർണ ലവകുമാർ മാഡത്തിൻ്റെ ഇപ്പോൾ അവർ ASI ആണ്. അപ്പം അങ്ങനെ ഓരോ മേഖലകളിലും പ്രത്യേകത പുലർത്തുന്ന സ്ത്രീകളെ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ജനശ്രീ മണ്ഡല സഭയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ജനശ്രീ മണ്ഡലം ചെയർമാൻ പ്രദീപ് വലിയങ്ങോട്ട് അധ്യക്ഷനായി. ഇങ്ങനൊരു ദിനം പ്രഖ്യാപിച്ചു തന്നെ ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് 18ാമത് വനിതയാണ് ഞങ്ങൾ ആദരിക്കുന്നത്. 2008 മുതൽ ഞങ്ങൾ വിവിധ മേഖലകളിൽ വ്യത്യസ്തമായ ജോലികൾ ചെയ്യുന്നവരെ തിരഞ്ഞ് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക എന്നാണ് ജനശ്രീയുടെ മുഖ്യമായ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഇന്ന് ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് സുജിതയാണ്. സുജിത 11 വർഷത്തോളം ഈ മരപ്പണി ഫർണിച്ചർ മേഖലകളിൽ തൻ്റെ സാന്നിധ്യം അറിയിച്ചിരിക്കുകയാണ്. എല്ലാവിധ ജോലികളും അദ്ദേഹം മരപ്പണിയിൽ എല്ലാ വർക്കും മിഷനറി വർക്കുകളും അദ്ദേഹം ചെയ്യും. കൈപ്പണിയും എല്ലാം ചെയ്യുന്നൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. അദ്ദേഹത്തിനെ ആദരിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രസാദ് കിഴക്കോട്ട്, അശോകൻ കുണ്ടായിൽ, രജീഷ് വല്ലത്ത്, അഭിലാഷ് എന്നിവർ സംസാരിച്ചു. ലോക വനിതാ ദിനത്തിന്റെ ഭാഗമായി വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ റാലി സംഘടിപ്പിച്ചു. 37-ാം നമ്പർ അംഗൻവാടിയിൽ നിന്ന് വല്ലച്ചിറ പഞ്ചായത്തിലേക്കാണ് റാലി നടത്തിയത്. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമാപ്രകാശൻ റാലി ഉദ്ഘാടനം ചെയ്തു. 6-ാം വാർഡ് മെമ്പർ സുജിത അധ്യക്ഷയായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത ശൈലേന്ദ്രൻ, 3-ാം വാർഡ് മെമ്പർ ബിന്ദു കൃഷ്ണൻകുട്ടി, വാസന്തി, സുനിത എന്നിവർ സംസാരിച്ചു.
ചേലം ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ രക്തശാലി നെൽകൃഷിയുടെ വിളവെടുപ്പ് നടത്തി. ചേലം കോൾപ്പടവിലെ ഒരേക്കർ സ്ഥലത്താണ് ഔഷധഗുണമേറിയ രക്തശാലി നെൽകൃഷി ചെയ്തത്. ഏറെ ഔഷധഗുണമേന്മയുള്ളതാണ് രക്തശാലി എന്ന നെൽവിത്ത് ഉപയോഗിച്ചുള്ള കൃഷി. ക്യാൻസർ, ജീവിതശൈലി രോഗങ്ങളായ ഷുഗർ ഉൾപ്പെടെയുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കുന്നതാണ് രക്തശാലി വിത്ത് ഉപയോഗിച്ചുള്ള കൃഷിയിലൂടെ. 3000-ഓളം വർഷങ്ങളുടെ പഴക്കമുള്ള ഈ നെൽവിത്ത് അന്യം നിന്ന് പോകുന്ന അവസ്ഥയിലാണ്. ഈ സാഹചര്യത്തിലാണ് ചേനംകോളിൽ രക്തശാലി നെൽവിത്ത് ഉപയോഗിച്ച് ജൈവ രീതിയിൽ കൃഷി ചെയ്ത് വിളവെടുക്കുന്നത്. തൃശൂർ താലൂക്ക് ഗ്രന്ഥശാല സംഘം പ്രസിഡന്റ് ലില്ലി ഫ്രാൻസിസ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് EA ഷാബിർ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ CM ഷക്കീർ, പാർലം ചേർപ്പ് നേതൃസമിതി കൺവീനറും താലൂക്ക് സമിതി അംഗവുമായ രാധാകൃഷ്ണൻ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുബിത സുഭാഷ്, പാടശേഖര സമിതി ജനറൽ കമ്മിറ്റി അംഗം സിദ്ധാർത്ഥൻ പണിക്കശ്ശേരി, കുടുംബശ്രീ CDS അംഗം മുബീറ ഷിബു, താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രതിനിധി AG ജ്യോതി ബാസു, കമ്മിറ്റി അംഗങ്ങളായ ഫർഹാന, CM ഷമീർ, വിമത പ്രദീപ്, വായനശാല സെക്രട്ടറി PB ഷാജൻ, അൻഷാദ് എന്നിവർ സംസാരിച്ചു. വെങ്ങിണിശ്ശേരി ഐക്കുന്ന് പാണ്ഡവഗിരി ദേവി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. നിരവധി ഭക്തരാണ് പൊങ്കാല മഹോത്സവത്തിൽ പങ്കുചേർന്നത്. ദ്വാപരയുഗത്തിൽ ഭദ്രവിജയത്തിനും നെടുമംഗല്യത്തിനുമായി പ്രാർത്ഥിച്ച ദ്രൗപദിക്ക് ആ സൗഭാഗ്യത്തിനായി വരമരുളിയ ഐക്കുന്ന് പാണ്ഡവഗിരി ദേവിയുടെ സന്നിധിയിൽ വെച്ച് ഭക്തോത്തമക്കൾ വ്രതശുദ്ധിയോടെ മൺപാത്രങ്ങളിൽ സ്വന്തം കൈകളാൽ പായസം തയ്യാറാക്കി ദേവിക്ക് സമർപ്പിക്കുന്നതാണ് അപൂർവ ദിവ്യമായ പൊങ്കാല. കാരുണ്യവാരിധിയായ പാണ്ഡവഗിരി ദേവിയെ പൊങ്കാല ദിനത്തിൽ രാവിലെ വടക്കേടത്ത് പെരുമ്പടപ്പിൽ കേശവൻ നമ്പൂതിരി നവകാഭിഷേകം നടത്തി ചൈതന്യ പൂർണ്ണയാക്കിയതോടെ ചടങ്ങിന് തുടക്കമായി. സ്വാമിനി മാഗുരുപ്രിയ പൊങ്കാല മഹോത്സവം ഉദ്ഘാടനം ചെയ്തു. രാവിലെ 8 മണിക്ക് ഗീതാഞ്ജലി ഭജന അവതരിപ്പിച്ചു. രാവിലെ 10-ന് അമൃതഭോജനം വിതരണം ചെയ്തു. 1000-ലേറെ ഭക്തരാണ് പൊങ്കാല സമർപ്പണത്തിൽ പങ്കാളികളായത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ KSSPA ചേർപ്പ് ബ്ലോക്ക് വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചു. വെങ്ങിണിശ്ശേരി NSS ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിനി പ്രദീപ് വനിതാ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് സരസിജ അധ്യക്ഷയായി. സെക്രട്ടറി ആനി, പാർലം ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റിൻസി ജൂബി വനിതാ ദിന സന്ദേശം നൽകി. പാർലം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട KSSPA ബ്ലോക്ക് സെക്രട്ടറി ടോമി പല്ലിശ്ശേരി, ക്ഷേത്രവാദ്യ കലാകാരൻ ഗോപാലകൃഷ്ണൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പാർലം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ റിൻസി ഷാബു, റോസ്മേരി അബീഷ്, അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പോളച്ചൻ, സന്തോഷ് കുമാർ സെൻ, CS മധുസൂദനൻ, KS ഉണ്ണികൃഷ്ണൻ, കുര്യാക്കോസ് രാമചന്ദ്രൻ, ധർമ്മരാജൻ, പ്രസന്നകുമാർ, മിനി, VB പ്രസന്ന, PR ഫ്ലോറി എന്നിവർ സംസാരിച്ചു. അസോസിയേഷൻ വനിതാ അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ ചടങ്ങിൽ അരങ്ങേറി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചേർപ്പിൽ വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു. യൂണിയൻ ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വനിതാ ദിനാചരണം നടത്തിയത്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീല അമീർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ വനിതാ വേദി ബ്ലോക്ക് കമ്മിറ്റി കൺവീനർ KK അംബിക അധ്യക്ഷയായി. യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി VN വിജയഗോപാലൻ, ജില്ലാ കമ്മിറ്റി അംഗം മേഴ്സി പോൾ, ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ശശിധരൻ, സെക്രട്ടറി K രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വനിതാ അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ചേർപ്പ് സീറൻ ഗേൾസ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആത്മനിർവൃതിയേകി സ്നേഹഭവനം പദ്ധതിയുടെ താക്കോൽ ദാനമാണ് സന്തോഷവും ചാരിതാർത്ഥ്യവും പകർന്നത്. കുട്ടികൾക്കായി വീട് നിർമ്മിച്ച് നൽകുന്നതാണ് സ്നേഹഭവനം പദ്ധതി. തൃശൂർ വിദ്യാഭ്യാസ ഓഫീസർ രോഹിത് നന്ദകുമാർ താക്കോൽ ദാനം നിർവഹിച്ചു. സ്കൂൾ നൽകുന്ന സേവനം മാതൃകാപരമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. PTA പ്രസിഡന്റ് ശൈലേഷ് കുമാർ അധ്യക്ഷനായി. CNN സ്കൂൾസ് മാനേജർ KG അച്യുതൻ ആമുഖ പ്രഭാഷണം നടത്തി. CNN ഗേൾസ് സ്കൂൾ പ്രധാനാധ്യാപകൻ EP ഉണ്ണികൃഷ്ണൻ, വാർഡ് മെമ്പർ KR സനൂപ്, സ്റ്റാഫ് സെക്രട്ടറി S സുനിൽ എന്നിവർ സംസാരിച്ചു. പെരിഞ്ചേരി മഠം ക്ഷേത്രത്തിന് സമീപം നിർമ്മിച്ച വീടിന്റെ സമർപ്പണമാണ് നടന്നത്. കഴിഞ്ഞ വർഷം സ്കൂളിലെ മറ്റൊരു കുട്ടിക്ക് വീട് നിർമ്മിച്ച് നൽകിയിരുന്നു.
വേനലിൽ പക്ഷികൾക്കായി തെളിനീർ ഒരുക്കി ചേർപ്പ് സീനൻ ബോയ്സ് സ്കൂൾ. പറവകൾക്കൊരു പാനപാത്രം എന്ന പദ്ധതിയിലൂടെയാണ് ദാഹജലം ഒരുക്കിയത്. പ്രധാന അധ്യാപിക PM രജനി പറവകൾക്കൊരു പാനപാത്രം പദ്ധതി ഉദ്ഘാടനം ചെയ്തു. JRC കൗൺസിലർമാരായ KD ദിജിൽ, രഞ്ജിനി പണിക്കർ, ലീഡർമാരായ VN സിനാൻ, PH കാശിനാഥൻ എന്നിവർ പക്ഷികൾക്ക് ദാഹജലം പകർന്ന് പദ്ധതിക്ക് തുടക്കമിട്ടു. പദ്ധതിയുടെ തുടർ പ്രവർത്തനത്തിന്റെ ഭാഗമായി വീടുകളിലും പറവകൾക്കായി പാനപാത്രം ഒരുക്കും. ഭാരത് സേവക് സമാജിന്റെ ഈ വർഷത്തെ ദേശീയ പുരസ്കാരത്തിന് തൃപ്പൂണിത്തുറ സ്വദേശിയായ സംഗീത സാഹിത്യകാരൻ ഡോക്ടർ പൂർണത്രയി ജയപ്രകാശ് ശർമ്മ. ഇന്ത്യൻ പാർലമെന്റ് പ്ലാനിംഗ് കമ്മീഷൻ പാസാക്കിയ നാഷണൽ എഡ്യൂക്കേഷണൽ ഏജൻസിയാണ് ഭാരത് സേവക് സമാജ്. സംഗീത സാഹിത്യ കലാരംഗത്തെ മികച്ച സംഭാവനകൾ പരിഗണിച്ചുള്ളതാണ് അവാർഡ്. ഈ മാസം 12-ന് തിരുവനന്തപുരം കവടിയാറിലെ സദ്ഭാവന ഹാളിൽ അവാർഡ് സമർപ്പണം നടക്കും. ഭാരത് സേവക് സമാജ് ഓൾ ഇന്ത്യ ചെയർമാൻ ഡോക്ടർ BS ബാലകൃഷ്ണൻ അവാർഡ് സമ്മാനിക്കും. 6 ഭാഷകളിലായി 400-ലേറെ കർണാടക സംഗീത കൃതികളും 2000-ലേറെ ലളിത ഭക്തിഗാനങ്ങളും രചിച്ച കലാകാരനാണ് പൂർണത്രയി ജയപ്രകാശ് ശർമ്മ. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം കലാപീഠം പ്രിൻസിപ്പൽ കൂടിയാണ് ഇദ്ദേഹം. നാട്ടികയിൽ പിക്കപ്പ് വാനും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികനായ യുവാവ് മരിച്ചു. ദേശീയപാത 66-ൽ നാട്ടിക സെന്ററിന് സമീപമായിരുന്നു അപകടം. ചളിങ്ങാട് കൂനിപ്പറമ്പ് സ്വദേശി പട്ടത്ത് രാമകൃഷ്ണന്റെ മകൻ ഷിജുവാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 2 മണിയോടെയായിരുന്നു അപകടം. ആലപ്പുഴയിൽ ജോലിക്ക് പോകാനായി തൃശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയായിരുന്നു ഇദ്ദേഹം. തെക്കുഭാഗത്തു നിന്നും വന്നിരുന്ന പിക്കപ്പുമായാണ് സ്കൂട്ടർ കൂട്ടിയിടിച്ചതെന്ന് പറയുന്നു. ഉടൻ തന്നെ മിറാക്കിൾ ആംബുലൻസ് പ്രവർത്തകർ ഇദ്ദേഹത്തെ വലപ്പാട് ദയ ആശുപത്രിയിലും തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വലപ്പാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. സാമൂഹ്യ മാധ്യമത്തിലെ പോസ്റ്റിന്റെ പേരിലുണ്ടായ തർക്കത്തിനിടെ ആലപ്പുഴ സ്വദേശിയെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരു പ്രതി കൂടി അറസ്റ്റിൽ. കേസിൽ ഇതോടെ 4 പ്രതികൾ അറസ്റ്റിലായി. അരനാട്ടുകര കിഴക്കേപ്പുറം സ്വദേശി തട്ടിൽ പല്ലൻ വീട്ടിൽ ഷാജിയാണ് അറസ്റ്റിലായത്. ഇക്കഴിഞ്ഞ 1-ന് ഞായറാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ഫെബ്രുവരിയിൽ കണ്ണൂരിൽ നടന്ന മിസ്റ്റർ കേരള മത്സരത്തിന്റെ വിധി നിർണയവുമായി ബന്ധപ്പെട്ട വീഡിയോ സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തതിന്റെ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമായത്. പരാതിക്കാരനെ പ്രതികൾ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. കേസിൽ 3 പ്രതികളെ തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പ്രതിയായ ഷാജിയുടെ പേരിൽ വിയ്യൂർ, പീച്ചി, അന്തിക്കാട്, തൃശൂർ ഈസ്റ്റ്, തൃശൂർ വെസ്റ്റ് എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി 7ഓളം കേസുകളുണ്ടെന്ന് പോലീസ് അറിയിച്ചു. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 15,000 രൂപ, പവന് 1,20,000 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ആറാട്ടുപുഴ പൂരത്തിന് നിർണായകത്വം വഹിക്കുന്ന തൃപ്രയാർ തേവർക്ക് നിലകൊള്ളാനുള്ള പന്തലുകളുടെ കാൽനാട്ട് കർമ്മം നടത്തി. ചൊവ്വൂർ YMCAയുടെയും IFA ഫർണിച്ചർ ലൈഫിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലോക വനിതാ ദിനം ആചരിച്ചു. ചൊവ്വൂർ IFA ഷോറൂമിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. യുദ്ധത്തിനെതിരെ സമാധാന സന്ദേശ ജ്വാലയുമായി കോൺഗ്രസ് പ്രവർത്തകർ. കോൺഗ്രസ് ചെർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമാധാന സന്ദേശ ജ്വാല ഒരുക്കിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.